അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ ശ്രോതാക്കളെ, വിശുദ്ധ റമളാനിൻ്റെ രാപ്പകലുകൾ നമ്മിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ദിവസവും നമ്മുടെ സൽക്കർമ്മങ്ങളെ നിലനിർത്തുവാനും പുതിയ സൽക്കർമ്മങ്ങളെ അന്വേഷിക്കുവാനുമുള്ള ത്വര, ആഗ്രഹം, അതിനുള്ള അഭിലാഷം വിശ്വാസികൾക്കുണ്ടാവണം. ഇബാദത്തുകൾക്കാണ് നമ്മുടെ ആഗ്രഹങ്ങളിൽ നാം പ്രാമുഖ്യം നൽകേണ്ടത്. ഭൗതികമായ സുഖം, സൗകര്യം, താൽപ്പര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനുള്ള ആരാധനാകർമ്മങ്ങളോട് എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നതാണ് വിജയത്തിൻ്റെ നിദാനമായിട്ട് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. അള്ളാഹു തആല ഈ ഖുർആൻ കേൾക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്തു. ഖുർആൻ പാരായണത്തിന് പ്രതിഫലമുണ്ട് എന്നുള്ളതുപോലെ തന്നെ ഖുർആൻ കേൾക്കുന്നതിനും വലിയ പ്രതിഫലമുണ്ട്. നിങ്ങൾ ഖുർആൻ കേൾക്കുന്നവരാണോ? എപ്പോഴാണ് നിങ്ങൾ ഖുർആൻ കേട്ടത്? ആലോചിക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് വീടിൻ്റെ അകത്തളങ്ങളിൽ നിസ്കാരങ്ങൾ നിർവഹിക്കുന്ന സ്ത്രീകൾക്ക് ആ രീതിയിൽ ഖുർആൻ കേൾക്കുക എന്നത് വിരളമായ ഒരു സാധ്യതയാണ്. പുരുഷന്മാർക്ക് പള്ളികളിൽ പോകുമ്പോൾ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ, പുറത്തുപോയി പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഖുർആനിൻ്റെ സദസ്സുകളിലൊക്കെ പോയി ഇരിക്കുമ്പോഴൊക്കെ ഖുർആൻ കേൾക്കുക എന്ന, ഒരുപക്ഷെ അവരുടെ താല്പര്യമില്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു സംഗതി നിർവഹിക്കപ്പെടാറുണ്ട്. സ്ത്രീകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർണമായ ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഉണർത്തുവാനുള്ളത്. ഖുർആൻ കേൾക്കുന്നത് മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. എല്ലാ മീഡിയകളും മാധ്യമങ്ങളും പല ശബ്ദങ്ങളുമാണ് നമ്മെ കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യമാധ്യമം, വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങൾ വ്യത്യസ്ത സമയങ്ങളിൽ നിങ്ങൾ കേൾക്കുന്നു. സംഗീതങ്ങൾ, സ്വരങ്ങൾ, താളങ്ങൾ, വ്യത്യസ്ത സംഗതികൾ കേൾക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആനായിട്ട് നിങ്ങൾക്ക് കാണുവാൻ കഴിയണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ ഈ കാണുന്ന ചാനലിലൂടെ പല ഘട്ടങ്ങളിലും പരിശുദ്ധ ഖുർആനിനെ കേൾപ്പിക്കുന്ന പരിപാടികളുണ്ട്. അത് കാണലും കേൾക്കലും ഒരു ഇബാദത്താണ് എന്നുകൂടി ഞാൻ സാന്ദർഭികമായി നിങ്ങളെ ഉണർത്തുകയാണ്. ഖുർആൻ ഓതപ്പെട്ടാൽ ഫസ്തമിഉ, നിങ്ങൾ ശ്രദ്ധാപൂർവം അതിനെ കേൾക്കണം എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടതും കേൾവി, ശ്രദ്ധ, ഇത്തരം സംഗതികളിലൂടെയായിരുന്നു. അതിതിൻ്റെ ഒരു ഭാഗമാണ്. ഖുർആൻ പഠിക്കുന്നത് പ്രഥമമായും ഖുർആൻ കേട്ടുകൊണ്ടാണ്. അങ്ങനെ ഖുർആൻ പഠിക്കുന്നവർക്കാണ് ഹൃദയത്തിൽ പ്രതിഫലനം സൃഷ്ടിക്കുന്ന ഒന്നായി ആ ഖുർആൻ നിലകൊള്ളുകയുള്ളൂ. നമുക്ക് വിശ്വാസത്തിൻ്റെ പൂർണ്ണത, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ സൗരഭ്യം പരത്തുന്നവരായി ഓരോരുത്തരും മാറണമെങ്കിൽ ഖുർആൻ കേട്ട് അതിൻ്റെ ആശയങ്ങളും ഗാംഭീര്യവും ഉൾക്കൊള്ളുന്നവരാവണം. പാരായണം ചെയ്യരുത്, അതിനു പകരമാണ് കേൾവി എന്ന അർത്ഥത്തിലല്ല ഞാൻ സംസാരിക്കുന്നത്. ഖുർആൻ കേൾക്കാനുള്ള മാധ്യമങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ഖുർആൻ കേൾക്കുമ്പോൾ അത് ഹൃദയം കൊണ്ടാണ് കേൾക്കേണ്ടത്, മനസ്സുകൊണ്ടാണ് കേൾക്കേണ്ടത്, ചെവി കൊണ്ടല്ല. മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ച രീതിയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നതും ഹൃദയം കൊണ്ട് കേട്ടു എന്നതാണല്ലോ. ഖുർആനിൻ്റെ ശക്തി തൻസീലു റബ്ബിൽ ആലമീൻ. റമളാനിൽ നമ്മുടെയൊക്കെ എപ്പോഴുമുള്ള ഒരു കൂട്ടുകാരനാണ് ഖുർആൻ. ഖുർആൻ ഇണപിരിയാത്ത
നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് റമദാനിൽ. ഈ ഖുർആൻ അള്ളാഹു എന്ന് പറയുന്ന, അള്ളാഹു എന്നല്ല അള്ളാഹു തആല ഉപയോഗിച്ചത്, റബ്ബുൽ ആലമീൻ, ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു, അള്ളാഹു അവതരിപ്പിച്ചതാകുന്നു. അത്രയും ശക്തനായ സവിശേഷങ്ങളുള്ള അള്ളാഹു അവതരിപ്പിച്ചതാകുമ്പോൾ അത് കൊണ്ടുവരണമെങ്കിലും ഒരു ശക്തിവാൻ വേണം. അതാരാണ്? നസല ബിഹിർ റൂഹുൽ അമീൻ, ശക്തിയുടെ പ്രതീകം. അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിലെ ഏറ്റവും വലിയ ശക്തവാൻ ജിബ്രീൽ അലൈഹിസ്സലാമാണ് ഖുർആനുമായിട്ട് വന്നത്. നസല ബിഹിർ റൂഹുൽ അമീൻ. എങ്ങോട്ടാ വന്നത്? നമുക്കറിയാം, നബിയിലേക്കാണ്. പക്ഷേ അല്ലാഹു തആല പറയുന്നത് അലാ ഖൽബിക, അങ്ങയുടെ ഹൃദയത്തിലേക്കാണ് ഖുർആൻ വന്നത്. അങ്ങയുടെ ഹൃദയത്തിലേക്കാണ്. അലാ ഖൽബിക ലിതകൂന മിനൽ മുൻദിരീൻ, അങ്ങ് അതിലൂടെയാണ് താക്കീതുകാരനായിട്ട് മാറുന്നത്. ഖുർആൻ കേൾക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ടാകണം. മനസ്സ് ഖുർആനിനെ സ്നേഹിക്കുന്നതാവണം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഖുർആനിനെ സ്നേഹിക്കുക എന്നത്. പടച്ചവനോടുള്ള സ്നേഹം, ഞാൻ അള്ളാഹുവിനെ വല്ലാതെ സ്നേഹിക്കുന്നവനാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ഖുർആനിനെയും സ്നേഹിക്കുന്നവരാകണം. അത് കേൾക്കുന്നത് നമ്മുടെ ചെവി, നമ്മുടെ ഹൃദയം, നമ്മുടെ മറ്റവയവങ്ങൾ എല്ലാറ്റിനും ഇമ്പം നൽകുന്ന കാര്യമാണ്. സ്വഹാബികൾ ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു, അഭിലഷിച്ചിരുന്നു. എന്തിനേറെ പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആൻ ഓതുന്ന ഒരു സ്വഹാബിയുടെ ഖുർആൻ പാരായണം ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ കേട്ടു എന്ന് ചരിത്രത്തിലുണ്ട്. നിങ്ങൾ ഖുർആൻ കേൾക്കണം. ഒരിക്കൽ പ്രവാചകൻ്റെ അനുയായികളിലെ പ്രഗത്ഭനും ചരിത്രപ്രസിദ്ധനുമായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖുർആൻ പാരായണം നബി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നബി കേൾക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഖുർആൻ പാരായണം നിർത്തി. എന്തേ നിർത്തിയത്? ഓത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് ഓതാൻ ആവശ്യപ്പെട്ടു. അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ? വ അലൈക ഉൻസിൽ, അങ്ങേക്കാണ് ഖുർആൻ ഇറങ്ങിയത്, എന്നിട്ട് ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ? അതെ അബ്ദുള്ള, ഞാനല്ലാത്ത മറ്റു ചിലരിൽ നിന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓതി. അതിലേക്ക് നബി ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. റസൂലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകി. പ്രവാചകർ ഒരു ഘട്ടമെത്തിയപ്പോൾ പരലോകത്ത് നബി തിരുമേനിക്ക് നേരിടാൻ കഴിയുന്ന ഒരത്ഭുതകരമായ സ്തുത്യർഹമായ ഉന്നതിയെ സംബന്ധിച്ചുള്ള ഒരായത്തെത്തിയപ്പോൾ വജിഇനാ ബിക അലാ ഹഉലാഇ ഷഹീദ എന്നുള്ള വചനമെത്തിയപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രവാചകർ അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് ഓത്ത് നിർത്താൻ ആവശ്യപ്പെട്ടു എന്ന് ചരിത്രത്തിൽ കാണാം. നബി ഓത്ത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നു. റസൂലിൻ്റെ ആ മധുര മനോഹരമായ പാരായണം കേൾക്കുന്നത് ശത്രുക്കൾക്ക് പോലും അത്ഭുതകരമായിരുന്നു. ഏത് സന്ദർഭങ്ങളിലും നമ്മുടെയൊക്കെ വീടുകളിൽ എത്രയോ വ്യത്യസ്തങ്ങളായ സീഡികൾ ഉണ്ടാകും. സഹോദരിമാർക്കറിയാം, നിങ്ങളുടെയൊക്കെ വീടിൻ്റെ വലിപ്പുകളിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യമാധ്യമത്തിൻ്റെ ടിവിയുടെയൊക്കെ താഴെയായിട്ട് ഒട്ടനേകം സീഡികൾ ഉണ്ടാകും. അതിൽ ഖുർആൻ പറയുന്ന, ഖുർആൻ പരാമർശിക്കുന്ന എത്ര സീഡികളുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ പാരായണത്തിൻ്റെ മാത്രമായിട്ടുള്ള എത്ര സീഡികളുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കണം. മൊബൈൽ ഫോണുകളിൽ വ്യത്യസ്ത ഗാനങ്ങൾ, വ്യത്യസ്ത ശബ്ദങ്ങൾ, ടോണുകൾ എല്ലാം ഉണ്ടാകും. പക്ഷേ ഖുർആൻ സ്വതന്ത്രമായിട്ട് ആലോചനാ നിമഗ്നനായിട്ട് കേൾക്കാൻ കഴിയുന്ന എന്താണ് നിങ്ങളുടെ ഫോണുകളിൽ ഉള്ളത് എന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. ഏത് മാനസികാവസ്ഥയുള്ളവനോടും ഖുർആൻ പാരായണം അനിവാര്യമാണ്. അവൻ്റെ മനസ്സിൽ മാറ്റങ്ങളുണ്ടാകും. ഖുർആൻ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു മനസ്സിന് ഖുർആൻ പരലോക ചിന്ത ഉണർത്തും. ഖുർആൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിന് അത് സമാധാനവും ശാന്തിയും എല്ലാ വിഷമങ്ങൾക്കുമുള്ള എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിട്ട് ഖുർആൻ പാരായണം കേൾക്കുന്നത് അവർക്ക് സ്വീകരിക്കാൻ കഴിയും.
എങ്ങനെയാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്? ഖുർആൻ കേട്ടുകൊണ്ടാണ്. അദ്ദേഹം പ്രവാചകർ ഖുർആൻ ഓതുന്നത് പലപ്പോഴും കേൾക്കുകയും അതിങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ കാണാം. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് വിശ്വാസിയാവാത്ത അദ്ദേഹത്തെ അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ശത്രുക്കൾ പ്രേരിപ്പിക്കുന്നത്. വാഗ്ദാനങ്ങൾ നൽകി, ഒട്ടകങ്ങൾ വാഗ്ദാനങ്ങൾ നൽകി. പ്രവാചകരുടെ മുഹമ്മദുർ റസൂലിനെ കൊല്ലാൻ, ഇല്ലായ്മ ചെയ്യാൻ, തലയെടുക്കാൻ ഓടിയണയുന്ന, വാള് പിടിച്ചുകൊണ്ട് ഓടിയണയുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഒരാൾ പറയുന്നു, എങ്ങോട്ടാ പോണത്? ഞാൻ മുഹമ്മദിനെ ഇല്ലാതെയാക്കാൻ പോവാണ്. എങ്കിൽ അതിനു മുൻപ് നിങ്ങളുടെ സഹോദരി ഫാത്തിമ ബിൻതുൽ ഖത്താബ് മുസ്ലിമായിട്ടുണ്ട്, അവരുടെ ഭർത്താവ് മുസ്ലിമായിട്ടുണ്ട്, അവരെ നന്നാക്കിയിട്ട് പോരെ ഇവരെ നന്നാക്കുന്നത് എന്ന് ചോദിച്ചു. ദേഷ്യം ഒന്നുകൂടെ അരച്ചു കയറി വീട്ടിലേക്ക് ഇങ്ങനെ ഓടി ചെല്ലുകയാണ്. വാതിൽ ചവിട്ടി തുറക്കുകയാണ്. എന്നിട്ട് ഇവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നു, അടിക്കുന്നു, ഇടിക്കുന്നു, തൊഴിക്കുന്നു. ദേഷ്യമെല്ലാം കെട്ടടങ്ങിയപ്പോൾ ചോദിക്കുന്നു, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്തോ ഒന്ന് പാരായണം ചെയ്യുന്ന ശബ്ദം ഞാൻ കേട്ടല്ലോ, അതെനിക്കൊന്ന് കാണണം. ഇല്ല ഉമർ, നിങ്ങൾ അശുദ്ധിയിലാണ്. കുളിച്ച് ശുദ്ധിയായിട്ട് വന്നാൽ നിങ്ങൾക്ക് ഞാനത് കേൾപ്പിച്ചു തരാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയ ഒരു പരിവർത്തനം വന്നു. കുളിച്ചു ശുദ്ധിയായി തിരിച്ചു വന്നപ്പോഴാണ് ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ എന്ന വചനങ്ങൾ ഓതപ്പെടുന്നത്. മനസ്സിലിങ്ങനെ വികാരങ്ങളുടെ വേലിയേറ്റമുണ്ടായി. എനിക്ക് റസൂലിനെ ഒന്ന് കാണണമെന്നാവശ്യപ്പെട്ടു. ഖബ്ബാബ് ബിനുൽ അറത്ത് എന്ന കൂട്ടുകാരനെയും കൂട്ടി, തൻ്റെ സഹോദരി ഭർത്താവിനെയും കൂട്ടി മക്കയുടെ പാർശ്വഭാഗത്തുണ്ടായിരുന്ന ദാറുൽ അർക്കം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരുന്ന ഒരു വീടായിരുന്നു അത്. അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ അത് വരുത്തിയ പരിവർത്തനവുമായിട്ട് അവിടേക്ക് പോയി. സ്വഹാബികൾ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പട്ടിണി പാവങ്ങൾ, അവിടെ ഇങ്ങനെ പ്രവാചകൻ്റെ ആ വാക്കുകൾ കേട്ട് ഈമാനിൻ്റെ ശക്തിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് ഹംസ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ മുസ്ലിമായ വിവരമൊന്നും അറിഞ്ഞിട്ടില്ല. ശക്തമായ സംസാരം ഹംസത്തുൽ കറാർ നടത്തി എന്നാണ് ചരിത്രം. മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ ഈ വാള് കൊണ്ട് തലയെടുക്കും എന്ന് ഭീഷണിപ്പെടുത്തി. ചരിത്രം പറയുന്നു, റസൂൽ ഉമറിനെ അകത്തേക്ക് കടന്നു വരാൻ ക്ഷണിച്ചു. തൻ്റെ മുമ്പിലേക്ക് വന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചു. ഖുർആൻ വരുത്തിയ പരിവർത്തനം അതൊന്ന് കേട്ടപ്പോഴേക്ക്, ഖുർആനിൻ്റെ ആ ശ്രവണമുണ്ടായപ്പോഴേക്ക് മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഒരു പരിവർത്തനം വന്നു എന്ന് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. റസൂലിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ അലസ്നാ അലൽ ഹഖി, നമ്മളൊക്കെ സത്യസന്ധതയുടെ മേലല്ലേ? നമ്മൾ ഈ പറയുന്നത് സത്യമല്ലേ? എന്താ ഉമറേ ഒരു സംശയം? തീർച്ചയായും നമ്മൾ സത്യത്തിൻ്റെ പേരിലാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് ആശങ്ക? ഈ സത്യം നമുക്ക് പുറത്തു പോയി വിളംബരം ചെയ്തുകൂടെ എന്ന് പ്രവാചകരോട് ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മക്കയുടെ തെരുവോരങ്ങളിലൂടെ 2 വരികളായിട്ട് നിന്ന് അല്ലാഹു അക്ബർ എന്ന് മുഴക്കി തക്ബീർ ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ്റെ ആ പരിവർത്തനങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. ഞാൻ പറയുന്നത്, ഒരു സഹോദരൻ സഹോദരി പരസ്പരം അവരുടെ കുടുംബജീവിതത്തിലെ അംഗങ്ങൾക്കിടയിലെ പാരായണം ശ്രദ്ധിക്കുന്നവരാകണം. മക്കളെ ഖുർആൻ ഓതിപ്പിക്കുക, അവരുടെ ഖുർആൻ പാരായണം നിങ്ങൾ കേൾക്കുക. അതിനേക്കാളും വലിയ സൗഭാഗ്യമുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? മക്കളെ അടുക്കലേക്ക് വിളിക്കുക. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഖുർആൻ പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അവരെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കുക. അവർ ഖുർആൻ ഓതട്ടെ, ഫാത്തിഹ ഓതട്ടെ, യാസീൻ ഓതട്ടെ, അവർക്ക് ഓതാൻ കഴിയുന്ന ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ഭാഗങ്ങൾ അവരോതട്ടെ. നിങ്ങൾ തെറ്റിദ്ധരുത്തി കൊടുക്കുക. അവരുടെ ആ ഖുർആൻ കേൾക്കുന്നതിലപ്പുറം
എന്ത് സൗഭാഗ്യമാണ് ലോകത്തൊരു മനുഷ്യന് ലഭ്യമാകുന്നത്, ഒരു ഉമ്മയ്ക്ക് ലഭ്യമാകുന്നത്, ഒരു ഉപ്പയ്ക്ക് ലഭ്യമാകുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ആഗ്രഹിക്കുക, എൻ്റെ മോൻ എനിക്ക് വേണ്ടി ഒരു യാസീൻ ഓതണം, ഒരു ഫാത്തിഹ ഓതണം, എൻ്റെ ഖബറിൻ്റെ അവിടെ വന്നിട്ട് എൻ്റെ മോൻ ദുആ ചെയ്യണം. ഇത് ആഗ്രഹിക്കാച്ചാൽ മാത്രം പോരല്ലോ, നിങ്ങൾ ഒരിക്കലെങ്കിലും അവരെ പിടിച്ചുകൊണ്ട് ഒന്ന് ഖുർആൻ ഓതിപ്പിച്ച് ആ ഖുർആൻ നിങ്ങൾ കേൾക്കണം, ആ ഖുർആൻ നിങ്ങൾ ആസ്വദിക്കണം. അത് ആസ്വാദനത്തിൻ്റെ ഒരു ഭാഗമാണ്. ഭർത്താവിൻ്റെ ഖുർആൻ പാരായണം കേൾക്കുന്ന ഭാര്യ, ഭാര്യയുടെ ഖുർആൻ പാരായണം കേൾക്കുന്ന ഭർത്താവ്, അതിനൊക്കെ അവസരമാണ് ഈ റമദാൻ. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഖുർആൻ ഓതുക എന്നതിനപ്പുറം ഖുർആൻ പരസ്പരം കേൾക്കണം. നമ്മുടെ വീടുകൾ ഖുർആനിൻ്റെ ശ്രവണം മുഴങ്ങുന്ന ഒരിടമായിട്ട് മാറണം. എല്ലാവരും ഖുർആൻ പാരായണം ചെയ്യുന്നവരായി. അത് മനസ്സിനെന്തൊരു സമാധാനമാണ്, അത് മനസ്സിന് എത്രത്തോളം ശാന്തി നൽകുന്ന ഒരു കാര്യമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ. അല്ലാഹു പറയുന്നു, ഈ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് അവതീർണമായിരുന്നത് എങ്കിൽ ആ മല ഇങ്ങനെ വിറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. ഹൃദയം ആ മലയേക്കാൾ ശക്തിയുള്ളതാവണം. പലപ്പോഴും അനുയായികൾ, നബിയുടെ അനുയായികൾ ഈ ഖുർആനിൻ്റെ വചനങ്ങളിൽ നിന്ന് ഒന്നുപോലും കേൾക്കാൻ കഴിയാതെ ബോധരഹിതരായിട്ട് വീണുപോവാറുണ്ടായിരുന്നു. ഖുർആൻ അവരിലൊക്കെ വലിയ പരിവർത്തനങ്ങൾ വരുത്തി. ഖുർആൻ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. ഖുർആൻ അതിലുള്ള ഒരു ആയത്ത്, അതിലുള്ള പല സൂക്തങ്ങളും അവർക്ക് ഓതാൻ കഴിയാറില്ലായിരുന്നു, അവർക്ക് കേൾക്കാൻ കഴിയാറില്ലായിരുന്നു. കേൾക്കുമ്പോഴേക്ക് അവർ വീണു പോകുമായിരുന്നു. നരകത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, പരലോകത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ, മഹ്ശറിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ പലപ്പോഴും സ്വഹാബികൾക്ക് കേൾക്കാൻ കഴിയാതെ അവരിങ്ങനെ പലപ്പോഴും പൊട്ടിക്കരയാറുണ്ടായിരുന്നു, ബോധരഹിതരായിട്ട് വീഴാറുണ്ടായിരുന്നു. നമ്മൾ ഖുർആനിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ ആ ഖുർആനിൻ്റെ മധുര മനോഹരമായ ശ്രവണ മധുരമായ താളാത്മകമായ പാരായണം അത് കേൾക്കുന്നവരായിട്ട് നമ്മൾ മാറുക എന്നതാണ്. മക്കയിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, മക്കയുടെയൊക്കെ നിസ്കാരങ്ങളുടെ ശക്തി ആ ഖുർആൻ പാരായണം കൂടിയാണ്. കഅബയുടെ മുമ്പിൽ നിൽക്കുന്നു, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിസ്കരിക്കുന്നു, മദീനയിൽ മസ്ജിദുൽ നബവിയിൽ നിന്ന് നിസ്കരിക്കുന്നു. എത്ര ശ്രവണ മധുരമായ പാരായണമാണ്. അവിടെയൊക്കെ പോകുന്ന ആളുകൾക്കറിയാം, ഒരു ഒഴുക്കാണ്. ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അതൊരു ഒഴുക്കാണ്. ബാങ്കിൻ്റെ ആ മധുരമായ ആ സ്വരം അതിങ്ങ് കേൾക്കുമ്പോഴേക്ക് തന്നെ മഗ്രിബാണെങ്കിലും ഇശാ ആണെങ്കിലും എല്ലാവർക്കും നിസ്കരിക്കാനൊരു താല്പര്യമാണ്. എന്തേ? ആ പാരായണം കേൾക്കാം, ആ ശ്രവണം നമുക്ക് അനുഭവിക്കാം. നമ്മുടെയൊക്കെ പഴയകാലത്തുള്ള ഒരു നഷ്ടമാണ് ഖുർആനിൻ്റെ ഈ സ്വരത്തിലും ഖുർആനിൻ്റെ ഈ താളത്തിലും നമ്മുടെ നാടുകളിൽ ഖുർആൻ പാരായണം കുറച്ച് മുൻപ് വരെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്നത്. ഇന്നത് ഏറെക്കുറെയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ വീടുകളിൽ നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പാരായണത്തിൻ്റെ രൂപവും ശൈലിയും ഖുർആനിൻ്റെ ആ കേൾവിക്ക് നമ്മൾ വലിയ ഒരു പ്രാധാന്യം നൽകിയാൽ, നമ്മളുടെ വീടുകളിൽ നമ്മൾ ഇടുന്നതിൻ്റെ, നമ്മൾ കേൾപ്പിക്കുന്നതിൻ്റെ, സംഗീതങ്ങൾ കേൾപ്പിക്കുന്നതിൻ്റെ, ദൃശ്യമാധ്യമങ്ങൾ കേൾപ്പിക്കുന്നതിൻ്റെ ഒരു ചെറിയ ശതമാനം ഈ ഖുർആൻ കേൾപ്പിക്കലായാൽ ഇൻഷാ അള്ളാഹ് അത് വലിയ ഒരു മാറ്റമായിരിക്കും. അത് അവരുടെ ഹൃദയത്തിലും ഖുർആനിന് ഇങ്ങനെ ഒരു പാരായണമുണ്ട് എന്നും ഖുർആനിന് ഇങ്ങനെ ഒരു ശൈലിയുണ്ട് എന്നും അവർക്ക് ബോധ്യപ്പെടാനുള്ള വലിയ ഒരു അവസരമായിരിക്കും അത്. നിങ്ങളത് ഉപയോഗപ്പെടുത്തണം. റമളാൻ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ആദ്യമായി ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അല്ലേ? ആ മുഴങ്ങേണ്ട ശബ്ദം, ആ മുഴങ്ങുന്ന ശബ്ദം ലോകത്ത് അതിശക്തമായിട്ട് മുഴങ്ങിയ ഒരു സന്ദർഭമാണ് പരിശുദ്ധ റമളാൻ. അത് ഈ റമളാനിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. റമളാൻ പരസ്പരം ഖുർആൻ കേൾക്കുന്നതിൻ്റെ, അത് സ്വീകരിക്കുന്നതിൻ്റെ, അത് മനസ്സിൽ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു മാസമായിട്ട് നമ്മൾ അനുഷ്ഠിക്കുക. അങ്ങനെ ഖുർആനെ സ്നേഹിച്ച് അള്ളാഹുവിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും ഈ റമളാനിൽ പരിവർത്തിപ്പിക്കപ്പെടണം. അങ്ങനെ റമളാനിൻ്റെ ഗുണഫലങ്ങൾ ഇരു ലോകങ്ങളിലും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. സർവശക്തൻ അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.